ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ്റർടൈൻ മീഡിയ. എൻ്റർടൈൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ പരിചയമുള്ള ആളുകളൊക്കെ പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ ചോദിച്ചു, എന്തേ വീഡിയോയിലൊക്കെ നിർത്തിയോ, യൂട്യൂബ് മതിയായോ? അങ്ങനെ പല കമൻറ്റുകളും പേഴ്സണലി വരാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു BEd വിദ്യാർത്ഥി കൂടിയാണ്. BEdൻ്റെ 4th സെം എക്സാം ആയിരുന്നു. അപ്പോൾ അങ്ങനെ 2 വർഷത്തെ കോഴ്സ് അവിടെ അവസാനിച്ചു. അങ്ങനെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്ന കൂട്ടത്തിൽ 2-3 പേര് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള അഭിപ്രായമാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ അഭിപ്രായം വന്നു. അഭിപ്രായം സ്വാഭാവികമായിട്ടും നിങ്ങളെങ്ങനെയാണ് തുടങ്ങിയത്, നിങ്ങളെങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തിയത് എന്നൊക്കെ അഭിപ്രായം ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, നമ്മൾ പുതിയൊരു യൂട്യൂബറാണ്. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ച സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, പല ആളുകൾക്കും പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം. അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ആളുകളുടെ മുമ്പിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടോ, ആ കഴിവുള്ള ആളുകൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയും. ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പല ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊരു 10, 300, 400 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയം വരെ അവർ വളരെ ആക്റ്റീവായിരിക്കും. പക്ഷെ ആ ആക്റ്റീവ് അതിന് ശേഷം അവർ കാണാതെ അത് പിന്നീട് മറ്റുള്ള മേഖലകളിലേക്ക് അവർ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ഇപ്പം ട്രാവലിങ്ങിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങാനുള്ള ആളുകളുണ്ടാവാം, ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, യൂട്യൂബിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ ടെക് പരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ഏതൊരാൾക്കും, ഇപ്പോൾ നമുക്കൊരു വീട്ടിലെ ഒരു സ്ത്രീക്ക് അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഒരു താല്പര്യം. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ അവർ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷൻ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ എങ്ങനെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും? അങ്ങനെ 1-2 ആളുകളൊക്കെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ നിലവിൽ ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അല്ലാതെ നമുക്കൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആളുകളത് വിലയിരുത്തും. ഒരുപാട് ചാനലുള്ള ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് റീച്ചാകുന്ന അവസ്ഥയും നിലവിലെ സാഹചര്യത്തിൽ യൂട്യൂബിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഒന്ന് നമുക്കിതിൻ്റെ വേണ്ട കാര്യങ്ങൾ, ഒരു നല്ലൊരു ഫോൺ നമുക്കുണ്ടാവണം. ഇനി ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു മൈക്ക് നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. അതുപോലെ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാരണം എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ വീഡിയോക്ക് അതിൻ്റെ ക്ലാരിറ്റി ശരിയായ രീതിയിൽ ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. കാരണം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റർടൈൻ മീഡിയ നിങ്ങളുടെ സംശയങ്ങൾക്ക്, ഏത് തരത്തിലുള്ള സംശയങ്ങൾക്കും അത് ക്ലാരിഫൈ ചെയ്യാൻ എൻ്റർടൈൻ മീഡിയ വരും ദിവസങ്ങളിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയുക, ഏതൊക്കെ ആളുകൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയും, യൂട്യൂബ് ചാനൽ ഇടുന്ന കണ്ടൻറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ നമുക്ക് തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും തുടങ്ങിയ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഈ ചാനലിലൂടെ തുടർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ രൂപത്തിലേക്ക് എൻ്റർടൈൻ മീഡിയയുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബേഴ്സായും അതുപോലെ തന്നെ സപ്പോർട്ടേഴ്സായും ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുന്നു. എൻ്റർടൈൻ മീഡിയയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു.